Name the company that has recently emerged with the Northeast Small Finance Bank Limited to become Small Finance Bank. Hi all. എൻട്രി ബാങ്കിങ്ങിൻ്റെ കറണ്ട് അഫെയർ ക്ലാസ്സുകളിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫെയർസ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RBI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കറണ്ട് അഫെയർസ് പഠിക്കുന്ന സമയത്ത് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫെയർസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കറണ്ട് അഫെയർ എന്താണ്, അത് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് എന്നുള്ളതിൽ നിൽക്കാതെ കുറച്ചും കൂടെ ഓപ്പൺ ആവാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പം ഏതൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താലും അതിനകത്ത് നിന്ന് നമുക്ക് കുറച്ച് ടേക്ക് അവേസ് കാണും. ആ ടേക്ക് അവേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞു ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ കറണ്ട് അഫെയർസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. RBI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനിലും എത്ര ടേക്ക് അവേസ് ഉണ്ട്, ഈ ടേക്ക് അവേസ് നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, International Finance Corporation received the approval from Reserve Bank of India to acquire up to 9.7% of paid up share capital of which bank എന്നുള്ളതാണ്. അതായത് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഏതോ ഒരു ബാങ്കിന്റെ 9.7% പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വാങ്ങിയിരിക്കുകയാണ്. ആരുടെ അപ്രൂവലിന് ശേഷം? RBIയുടെ അപ്രൂവലിന് ശേഷം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ നമ്മുടെ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? അതായത് നമ്മളിപ്പം ഫ്രഷ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിലോട്ട്, ബാങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിനകത്തിൽ ഫെമിലിയർ അല്ലാത്ത ടേമുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ അല്ലേ? ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. രണ്ടാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത്തെ ടേക്ക് അവേ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. മൂന്നാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത് RBIയുടെ അപ്രൂവൽ നേടിയതിന് ശേഷമാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഇങ്ങനെ ഒരു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ബോട്ട് ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഈ RBIയുടെ അപ്രൂവൽ നൽകുന്ന ആ ഒരു ആക്ട്, അതാണ് മൂന്നാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്. RBI ആക്ട് 1949. ഓക്കെ, ഈ മൂന്ന് ടേക്ക് അവേസ് ആണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഏത് ബാങ്കിൻ്റെയാണ് 9.7% ഷെയർ ക്യാപിറ്റൽ വാങ്ങിയത്? ആൻസർ എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്ക് ആണ്. ആൻസർ ഓപ്ഷൻ ബി, ഫെഡറൽ ബാങ്കിൻ്റെ ഷെയർ ആണ് വാങ്ങിയത്. ഇനി നമ്മുടെ ടേക്ക് അവേസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ടേക്ക് അവേ എന്തായിരുന്നു? ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ IFC എന്ന് പറയുന്നത് ശരിക്കും 1956 നിലവിൽ വന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അഥവാ വേൾഡ് ബാങ്കിന്റെ ഒരു പ്രൈവറ്റ് സെക്ടർ ആം ആണ് എന്തെന്ന് പറയുന്നത് IFC എന്ന് പറയുന്നത്. വാഷിംഗ്ടൺ DC ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ ഒരു വേൾഡ് ബാങ്കിന്റെ ആം എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരിക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അഡ്വൈസറി സർവീസസ് കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക, ഇതൊക്കെയാണ് ശരിക്കും ഈ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻസും അഡ്വൈസറി സർവീസസ്, ഫിനാൻഷ്യൽ സർവീസസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വേൾഡ് ബാങ്കിന്റെ ഒരു പ്രൈവറ്റ് സെക്ടർ ആമാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. നിലവിൽ വന്നത് 1956, ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണെന്ന് പറഞ്ഞു. ഇനി വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന മറ്റൊരു ടേക്ക് അവേ നമുക്കിപ്പോൾ ഇവിടെ വന്നു. ഇപ്പം നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ IFCയിൽ നിന്ന് നമ്മളിപ്പോൾ വേൾഡ് ബാങ്കിലേക്ക് പോവുകയാണ്. വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പം എന്താണ് വേൾഡ് ബാങ്ക്? വളരെ സിമ്പിളായിട്ട് പറയത്തേ ഉള്ളൂ. നമ്മൾ വേൾഡ് ബാങ്കിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തരാം. വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 5 കമ്പോണൻസ്, 5 ഓർഗനൈസേഷൻസ് ചേരുന്നതാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മിഗ ഉണ്ട്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഉണ്ട്, അതേപോലെ ICSID ഉണ്ട്. ഓക്കെ, ഇതുപോലത്തെ 5 കമ്പോണൻസ് ചേരുന്ന ഒരു ഓർഗനൈസേഷനാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ വേൾഡ് ബാങ്കിന്റെ ഒരു പ്രൈവറ്റ് സെക്ടർ ആമാണ് ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്.
ഇതിനകത്തിൽ ICSID ഇന്ത്യ മെമ്പർ അല്ല എന്നുള്ള കാര്യം കൂടെ ഒരു ആഡ് ഓൺ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേക്ക് അവേ ആയിരുന്നു IFC എന്ന് പറയുന്നത്. IFC ആക്ച്വലി കുറച്ച് നാളായിട്ട് ന്യൂസിലുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഒരു ഗ്രീൻ ഇക്വിറ്റി അപ്രോച്ച്, IFCയുടെ ഗ്രീൻ ഇക്വിറ്റി അപ്രോച്ച്. ഗ്രീൻ ഇക്വിറ്റി അപ്രോച്ച് പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് IFC ആക്ച്വലി കുറച്ച് നാളായിട്ട് ന്യൂസിലുള്ളത്. ശരിക്കും ഒരു 2020 സമയത്ത് IFC ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോളിസിയാണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ ഇക്വിറ്റി അപ്രോച്ച് പോളിസി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഇപ്പം പൊക്കോണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ ഇനി നേരിടാൻ പോകുന്ന കുറേ പ്രശ്നങ്ങളെ പറ്റി ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ പാരീസ് അഗ്രിമെന്റിന്റെ ഗോൾസിന്റെ ആ ഒരു ലൈനപ്പിനോട് ചേർന്നുകൊണ്ട് കോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റിലെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൊണ്ട് ഗ്രീൻ ലെൻഡിങ് കൂട്ടിക്കൊണ്ട് IFC മുൻപോട്ട് വെച്ച ഒരു പ്രൊജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രീൻ ഇക്വിറ്റി അപ്രോച്ച് പോളിസി എന്ന് പറയുന്നത്. ബേസിക്കലി എന്താ, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം മുൻപോട്ട് വെച്ചിട്ട് IFC മുൻപോട്ട് കൊണ്ടുവന്ന ഒരു പോളിസി അപ്രോച്ചാണ് ഗ്രീൻ ഇക്വിറ്റി അപ്രോച്ച് പോളിസി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടേക്ക് അവേ നമ്മൾ ഡിസ്കസ് ചെയ്തു. IFC എന്താണ് എന്നുള്ള കാര്യത്തിൽ നല്ല ക്ലാരിറ്റി കിട്ടി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു ടേമിനെ പറ്റി വലിയ ഒരു ഡൗട്ട് കാണത്തില്ല. പക്ഷേ വളരെ ഫെമിലിയർ അല്ലാത്ത ഈ ഒരു ഫീൽഡുമായിട്ട്, ബാങ്കിങ് എന്ന് പറയുന്ന ഫീൽഡുമായിട്ട് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ആൾക്കാർക്ക് ഷെയർ ക്യാപിറ്റൽ എന്താണ്, ഷെയർ എന്താണ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്താണ്, ഇതിനെപ്പറ്റി നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ആ ഒരു ഐഡിയ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഷെയർ ക്യാപിറ്റൽ എന്താണ്? ശരിക്കും ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനെന്ന് പറയുന്നത് ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. എനിക്ക് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ റിസർവ് റിക്വയർമെൻ്റ് ഉണ്ട്. ബേസിക്കലി എനിക്ക് എൻ്റെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം. ഈ ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഷെയർ ആൾക്കാർക്ക് വിൽക്കും. ഇപ്പം ഞാനൊരു പബ്ലിക് കമ്പനി ആയാലും ഒരു പ്രൈവറ്റ് കമ്പനി ആയാലും ഞാൻ ഫണ്ട് റൈസ് ചെയ്യുന്നത് ഷെയർ വിറ്റിട്ടായിരിക്കും. ഷെയർ വിൽക്കുമ്പോൾ ആൾക്കാർ ആ ഷെയർ വാങ്ങിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യും? പൈസ തരും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നത്. ബേസിക്കലി കമ്പനികളൊക്കെ അങ്ങനെയാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അവരുടെ റിസർവ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത് ഷെയർ ആൾക്കാർക്ക് വിറ്റിട്ടാണ്. അപ്പോൾ ഈ ഷെയർ വിറ്റിട്ട് ആൾക്കാർ ഈ ഒരു ക്യാപിറ്റൽ കമ്പനിക്ക് നൽകുന്നു. ഇതിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ്. എന്താണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചതിന് ശേഷം ആൾക്കാർ എത്ര രൂപയാണോ കമ്പനിക്ക് കൊടുക്കുന്നത് ആ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ എന്താണെന്ന് മനസ്സിലായി, ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായി, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ടേമാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിക്ക് മാക്സിമം വിൽക്കാൻ പറ്റുന്ന ഷെയറുകൾ ഇത്രേ ഉള്ളൂ, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ അതാണ് ആ കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ടേമുകളൊക്കെ എപ്പോഴും, ഈ എക്കണോമിക്സ് റിലേറ്റഡ് ടേമുകളൊക്കെ എപ്പോഴും ഇതിനകത്തിലേക്ക് കയറി വരും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടേം ഡിസ്കസ് ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടേക്ക് അവേ കഴിഞ്ഞു, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. മൂന്നാമത്തെ ടേക്ക് അവേ ആണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. നമ്മളിപ്പോൾ പറഞ്ഞു, ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ്, IFCക്ക് ആരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഷെയർ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ? RBIയുടെ അല്ലെങ്കിൽ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സമ്മതം അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ലോയുമായിട്ട് കംപ്ലൈ ചെയ്ത് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഷെയർ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഈ RBI റെഗുലേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ എല്ലാ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ, എല്ലാ ബാങ്കുകളെയും റെഗുലേറ്റ് ചെയ്യുന്ന ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് എന്തെന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ശരിക്കും 1949 നിലവിൽ വന്നു. അതിനുശേഷം ഇത് പലതവണ അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ അമെൻമെന്റിലാണ് എന്തുണ്ടായത്? കൊമേഴ്ഷ്യൽ ബാങ്കുകളെ കൂടെ RBIയുടെ അല്ലെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ഗൈഡ് ലൈൻസിലേക്ക് കൊണ്ടുവന്നത് ആദ്യത്തെ അമെൻമെന്റിലാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴാണ് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയൊക്കെ ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 കീഴിലേക്ക്, പരിധിയിലേക്ക് കൊണ്ടുവരികയുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേക്ക് അവേസ് ആണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഏത് ബാങ്കിന്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആണ് വാങ്ങിയത്? ഏത് ബാങ്കിന്റെയാണ്? ഫെഡറൽ ബാങ്കിന്റെയാണ്. ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഹാസ് റിസീവ്ഡ് ദ അപ്രൂവൽ ഫ്രം RBI
to acquire up to 9.7% of the paid up share capital or voting rights of the Federal Bank Limited. അപ്പം എന്താണ് ഷെയർ ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്താണ് IFC, അല്ലെങ്കിൽ എന്താണ് RBIയുടെ റോള്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടുകളുടെ റോൾ എന്താണ് എന്ന് മനസ്സിലായതിനു ശേഷം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഐഡിയ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോവും, വെറുതെ കാണാതെ പഠിക്കുന്ന പോലെ ആയിപ്പോവും. Approval has been granted by the RBI with reference to the application made by IFC. The approval granted by RBI is subject to the compliance with the relevant provisions of Banking Regulation Act 1949. ഇനി ഈ ശരിക്കും IFC ആക്ച്വലി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അതേപോലെ തന്നെ ഫെമ 1999 ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കുറേ ആപ്ലിക്കേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആക്ച്വലി IFCക്ക് വാങ്ങാനായിട്ട് കഴിഞ്ഞത്. അതാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് 1999 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഇതിൻ്റെ രണ്ടിൻ്റെയും കുറേ പ്രൊവിഷൻസ് നടപ്പിലാക്കിയതിന് ശേഷമാണ് IFC ഇത് വാങ്ങിയത് എന്നോർക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Name the subsidiary of the Reserve Bank of India that has recently collaborated with the Digital India Bhashini division to bring linguistic inclusion in the financial service space. സംഭവം ഇത്രയേ ഉള്ളൂ. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനുമായിട്ട് ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത RBIയുടെ സബ്സിഡറി ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പം നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷൻ. നമ്മുടെ ഫസ്റ്റ് ടേക്ക് അവേ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനാണ്. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷൻ എന്താണെന്ന് ക്വസ്റ്റ്യനകത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ് ഇത്, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടു ബ്രിങ് ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സർവീസ് സ്പേസ്. ബേസിക്കലി നമ്മളിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സ്കീം മുൻപോട്ട് വെക്കുന്ന സമയത്ത് എന്താണ് അതിനകത്തിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ ടേം എന്ന് പറയുന്നത് ഇൻക്ലൂഷൻ അല്ലേ. നമ്മുടെ നാട്ടിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിസർവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രിവിലേജ് ഒന്നുമില്ലാത്ത വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു പ്രൊജക്റ്റ് മുൻപോട്ട്, ഒരു സ്കീം മുൻപോട്ട് വെക്കുന്നതെന്ന് ഗവൺമെൻറ് ഏതൊരു സ്കീം മുൻപോട്ട് വെക്കാൻ നേരം ഗവൺമെൻറ്റിന് അത് നിർബന്ധമുണ്ട്. അതായത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാവർക്കും കിട്ടണം. പ്രത്യേകിച്ച് ഈക്വൽ അല്ലാതെ താഴെ നിൽക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് എപ്പോഴും ഒരു സ്കീം മുൻപോട്ട് വെക്കുക. ഇവിടെ നമ്മൾ കേൾക്കുന്നതും അതേ ടേം തന്നെയാണ്. എന്താണ് ഇൻക്ലൂഷൻ? എന്ത് ഇൻക്ലൂഷനാണ്? ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ. എന്താണ് ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ്റെ ഫിനാൻഷ്യൽ സെക്ടറിലെ റോൾ എന്ന് പറയുന്നത്? വളരെ വലിയൊരു റോളാണ് അല്ലേ. ശരിക്കും ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ ഇല്ലെങ്കിലത്തെ ഒരു പ്രശ്നം നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യയിൽ വളരെ ഉള്ളിലായിട്ട്, അതായത് വളരെ അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചു. അവരവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻസ് എന്താണ് അതുപോലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവരുടെ സെയിൽസിനും മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മുടെ നാട്ടിൽ വരിക. നമ്മുടെ നാട്ടിൽ ആക്ച്വലി കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉള്ളതുകൊണ്ട് ഹിന്ദിയൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഭാഷകളൊക്കെ അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ തന്നെ ഉൾപ്രദേശങ്ങളിൽ അവർ വന്ന് അവരുടെ ബാങ്കിനെ പറ്റി പറഞ്ഞ് അവരുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് ആവില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടുത്തെ ഏറ്റവും വലിയ ബാരിയർ എന്ന് പറയുന്നത് ലാംഗ്വേജാണ്. അവരുടെ ലാംഗ്വേജ് നമ്മുടെ ലാംഗ്വേജുമായിട്ട് കണക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല, ആ ബാങ്കിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അവിടുത്തെ ഏറ്റവും വലിയ ബാരിയർ ലാംഗ്വേജാണ്. ആ ലാംഗ്വേജിനെ മാറ്റിയാൽ മാത്രമേ അവിടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടക്കത്തുള്ളൂ. അതാണ് ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിലേക്ക് അവരുടെ ഈ ഒരു ബാങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലെ ഓരോ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷൻ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഇൻക്ലൂഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് RBIയുടെ ഏത് സബ്സിഡറിയുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. Reserve Bank Information Technology Private Limited, Indian Financial Technology and Allied Services, Deposit Insurance and Credit Guarantee Corporation of India, RBI Hub, Reserve Bank Innovation Hub. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. റിസർവ് ബാങ്ക് ഇന്നൊവേഷൻ ഹബ്ബുമായിട്ടാണ് ആക്ച്വലി ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷൻ കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, Reserve Bank Innovation Hub and the Digital India Bhashini Division collaborated to explore and develop innovative solutions that foster linguistic inclusivity in the financial service
sector. This partnership aims to extend the reach of digital financial services to users in their native languages, ultimately providing seamless banking experience for everyone. Bhashini is an independent business division under the Digital India Corporation under the aegis of Ministry of Electronics and IT. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following points are correct with respect to the initiatives by the RBI of India, Reserve Bank of India in October 2023? RBI 2023 നിലവിൽ കൊണ്ടുവന്ന കുറച്ച് ഇനിഷ്യേറ്റീവ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഒന്നാമത്തേത്, RBI ഹാസ് ഇൻക്രീസ് ദ എക്സിസ്റ്റിംഗ് ലിമിറ്റ് ഓഫ് ഗോൾഡ് ലോൺ. അതായത് നിലവിലെ ഗോൾഡ് ലോണിന്റെ ലിമിറ്റ് RBI ഇൻക്രീസ് ചെയ്തു എന്നതാണ് ഫസ്റ്റ് പോയിന്റ്. അണ്ടർ ദ ബുള്ളറ്റ് റീപേയ്മെന്റ് സ്കീം ഫ്രം 4 lakh to 6 lakh, 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷത്തിലേക്ക് ഇത് ഇൻക്രീസ് ചെയ്തു എന്നതാണ് ഫസ്റ്റ് പോയിന്റ്. ഇൻ സർട്ടൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്. സെക്കൻഡ് പോയിന്റ്, Reserve Bank Governor Shaktikanta Das announced the extension of Payment Infrastructure Development Fund Scheme. Payment Infrastructure Development Fund Scheme ആണ് നമ്മുടെ ഫസ്റ്റ് ടേക്ക് അവേ. എന്താണ് പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് സ്കീം? അത് ആ പേരിൽ നിന്ന് തന്നെ വളരെയധികം ക്ലിയർ ആണ്. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ അറിയാം, നമ്മളൊരു ഡിജിറ്റൽ എക്കണോമി ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുക, ഒരു ക്യാഷ്ലെസ് എക്കണോമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് നമ്മുടെ നാട്ടിൽ ഒരു 3-4 വർഷം മുൻപ് ഉണ്ടായിരുന്ന പോലെയാണോ ഇപ്പോൾ? ഇപ്പോൾ അത് വളരെയധികം കൂടിയിട്ടുണ്ട്. എസ്പെഷ്യലി കോവിഡ് പോലെയുള്ള വലിയൊരു സിറ്റുവേഷൻ നമ്മൾ നേരിട്ടതിന് ശേഷം അത് വളരെയധികം കൂടിയിട്ടുണ്ട്. മാക്സിമം കോണ്ടാക്ട് ഒഴിവാക്കുക, ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് എന്താണ് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് സ്കീമിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പേയ്മെന്റ് ശരിക്കും ഡിജിറ്റൽ പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിലവിൽ വന്ന ഒരു സ്കീമാണ് പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, ബൈ 2 years until December 31, 2025. ശരിക്കും ഈ ഒരു സ്കീം, ഈ സെക്കൻഡ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീം 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ്. ഇത് ശരിക്കും ഇനിഷ്യലി വന്നത് 3 വർഷത്തേക്ക്, ഒരു പരീക്ഷണാർത്ഥം 3 വർഷത്തേക്കാണ് ആദ്യം ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് 2 വർഷത്തേക്കും കൂടെ +2 years ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ്, RBI proposes to introduce card on file tokenization creation facility directly at issuer bank level. ഇഷ്യൂർ ബാങ്ക് ലെവലിൽ ഡയറക്റ്റ് ആയിട്ട് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ടേക്ക് അവേ എന്താണ്? നമുക്ക് എന്താ മനസ്സിലായോ എന്താണ് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ എന്ന്? മനസ്സിലായില്ല. എന്താണ് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ? നിലവിൽ നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ആ പേയ്മെൻറ്റ് നടത്തുന്നത്. ആ ഒരു സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മുടെ കയ്യിൽ കാർഡ് ഉണ്ടായിരിക്കണം. നമുക്ക് അത്രയും വലിയ ലാർജ് ഡിജിറ്റ് നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടായിരിക്കത്തില്ല. അതേപോലെ എക്സ്പയറി ഡേറ്റ്, CVV ഇതുപോലത്തെ ഡേറ്റാസ് ഒന്നും നമ്മൾ ഓർത്തുണ്ടായിരിക്കില്ല. അപ്പം നമ്മുടെ കയ്യിൽ ആ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പേയ്മെൻറ്റ് നടത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ആ കാർഡ് കൈവശം ഇല്ലെങ്കിൽ പറ്റത്തില്ല. അവിടെയാണ് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ വരുന്നത്. നമ്മുടെ ക്രെഡിറ്റ് കാർഡിനെയും ഡെബിറ്റ് കാർഡിനെയും റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് എന്തെന്ന് പറയുന്നത്, ഒരു കാർഡാണ് എന്തെന്ന് പറയുന്നത് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ. ബേസിക്കലി ഡിജിറ്റലൈസേഷൻ കൂട്ടുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾക്ക് കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, വളരെ സേഫായിട്ട് നമ്മുടെ ഡേറ്റാസ് സെക്യൂർ ആയിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ? നമ്മുടെ ക്രെഡിറ്റ് കാർഡിനെയും ഡെബിറ്റ് കാർഡിനെയും റീപ്ലേസ് ചെയ്തു വരുന്ന ഒന്നാണ്. വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് പേയ്മെന്റ് ആണ് കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. RBI ഇതിനകത്തിൽ ഏതൊക്കെയാണ് ഈ വർഷം നടപ്പിലാക്കിയതെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തേത്, ഗോൾഡ് ലോണിന്റെ ലിമിറ്റ് കുറെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ ഗോൾഡ് ലോണിന്റെ ലിമിറ്റ് 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം ആക്കിയോ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തേത്, പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് സ്കീം 3 വർഷത്തേക്കായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്തോ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ ഫെസിലിറ്റി ഡയറക്റ്റ് ഇഷ്യൂർ ബാങ്ക് ലെവലിൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇതിൽ ഈ ഫസ്റ്റ് പോയിന്റ് ഒഴിച്ച് ബാക്കി 2 പോയിന്റും കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഫസ്റ്റ് പോയിന്റിൽ ആദ്യം പറയുന്നത്?
ഗോൾഡ് ലോണിന്റെ ലിമിറ്റ് കൂട്ടി എന്ന് പറയുന്നുണ്ട് അല്ലെ. 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷമാക്കി എന്നാണ് പറയുന്നത്. പക്ഷേ 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷമാണ് ലിമിറ്റ് കൂട്ടിയത്. ലിമിറ്റ് കൂട്ടി എന്നുള്ളത് കറക്റ്റ് ആണ്. 2 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷത്തിലേക്കാണ് എന്നുള്ളതേ ഉള്ളൂ. Reserve Bank of India announced to double the gold loan limit under the bullet repayment scheme for Urban Cooperative Bank. Monetary ceiling for gold loan under this scheme increased from 2 lakh to 4 lakh. UCBs that meet priority sector lending target and sub-targets as on March 31st, 2023. RBI Governor Shaktikanta Das, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, announced the extension of Payment Infrastructure Development Fund scheme by 2 years. Payment Infrastructure Development Fund scheme എന്താണ്? നമ്മുടെ നാട്ടിലെ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ എക്കണോമിയിലേക്ക്, ക്യാഷ്ലെസ് എക്കണോമിയിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇനീഷ്യലി 3 വർഷത്തേക്ക് കൊണ്ടുവന്ന സ്കീമാണ്. ഇപ്പോൾ അത് 2 വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കാർഡ് ഓൺ ഫയൽ ടോക്കണൈസേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബാക്കി 2 പോയിന്റും കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Reserve Bank of India constituted a 9-member external working group chaired by who to suggest expected credit loss framework for provisioning of banks. So ബാങ്കിന്റെ പ്രൊവിഷനിങ്ങിന്, എക്സ്പോർട്ട് ക്രെഡിറ്റ് ലോസ് പ്രൊവിഷനിങ്ങിന് വേണ്ടിയിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് RBI 9 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ഇവരിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. രഘുറാം രാജൻ, R നാരായണസ്വാമി, BP കനുൻഗോ, മുനീഷ് കപൂർ. ഇതിനകത്തില് R നാരായണസ്വാമിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. R നാരായണസ്വാമിയാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് R നാരായണസ്വാമിയാണ്. ഇനി ബാക്കിയുള്ള ആൾക്കാരെ പറ്റി നോക്കാം. രഘുറാം രാജൻ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് അല്ലെ. RBI മുൻ ഗവർണറാണ്. അദ്ദേഹം ശരിക്കും ചെയർ ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി ഓൺ ഇൻഡസ്ട്രിയൽ ഫിനാൻസിന്റെ കമ്മിറ്റി. 2007 ഇൻഡസ്ട്രിയൽ ഫിനാൻസിന്റെ കമ്മിറ്റി അദ്ദേഹമാണ് ചെയർ ചെയ്തത്. ഇനി അടുത്ത വ്യക്തി എന്ന് പറയുന്നത് BP R നാരായണസ്വാമിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അദ്ദേഹമാണ് ഇത് ചെയർ ചെയ്യുന്ന വ്യക്തി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത വ്യക്തിയാണ് BP കനുൻഗോ എന്ന് പറയുന്നത്. BP കനുൻഗോയും ശരിക്കും ഒരു കമ്മിറ്റി ചെയർ ചെയ്തിട്ടുണ്ട്. എൽഡർലി പേഴ്സൺസിന്റെ അല്ലെങ്കിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ബാങ്കിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതെങ്ങനെ സ്മൂത്ത് ആയിട്ട് നടത്താം എന്നുള്ളതിനെ പറ്റി പഠിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് ചെയർ ചെയ്ത വ്യക്തിയാണ് BP കനുൻഗോ. എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ, അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ ബാങ്കിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ബാങ്കിങ് സെക്ടർ സർവീസുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെയർമാനായിരുന്നു BP കനുൻഗോ. രഘുറാം രാജൻ 2007 ഇൻഡസ്ട്രിയൽ ഫിനാൻസിന്റെ ചെയർമാനായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി മുനീഷ് കപൂർ എന്ന് പറയുന്നത് RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. RBI has constituted a 9-member external working committee or group chaired by Professor R Narayanaswamy to suggest expected credit loss framework for provisioning of banks. R Narayanaswamy is a retired Indian accountant and former professor of Indian Institute of Management, Bangalore. RBI has appointed Munish Kapoor as the executive director. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ളവരെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. RBI has extended the PCA framework to government NBFC except those in the base layer. They will be subject to PCA framework from. ശരിക്കും ചോദ്യം ഇതാണ്, RBI ആക്ച്വലി ഗവൺമെന്റ് ബേസ് ലെയറിലല്ലാത്ത ഗവൺമെന്റ് NBFCകളുടെ PCA ഫ്രെയിംവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത പീരീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യത്തിലെ ഈ എക്സ്റ്റെൻഡഡ് പീരീഡിനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് എന്താണ് PCA ഫ്രെയിംവർക്ക്? ഫസ്റ്റ് ടേക്ക് അവേ. രണ്ടാമത്തേത് NBFC, സെക്കൻഡ് ടേക്ക് അവേ. ഇതിന് രണ്ടിനുമാണ് ആക്ച്വലി കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മൾ ഇത് എന്താണെന്നാണ് ബേസ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേക്ക് അവേ എന്താണ്? PCA ഫ്രെയിംവർക്ക്, പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. പേരിൽ നിന്ന് തന്നെ വളരെയധികം വ്യക്തമാണ്. പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ, അതായത് ശരിക്കും ഇത് RBIയുടെ ഒരു സൂപ്പർവൈസറി ടൂളാണ്. ഏതെങ്കിലുമൊക്കെ ബാങ്കുകൾ അസറ്റിനകത്തിൽ വീക്കായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിൽ അവർ വീക്ക് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ബാങ്കിലെ നോൺ പെർഫോമിങ് അസറ്റുകൾ കൂടുന്നുണ്ടോ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർവൈസറി ടൂളാണ് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത്. പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത്? ഇനി നമ്മളിപ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ബാങ്കിൽ നോൺ പെർഫോമിങ് അസറ്റ് കൂടുന്നുണ്ട്. എന്താണ് നോൺ പെർഫോമിങ് അസറ്റ്? ശരിക്കും നമ്മൾ ബാങ്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്?
ബോറോയിങ്ങിലൂടെയും അതേപോലെ തന്നെ ലെൻഡിങ്ങിലൂടെയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്യാഷ് പേയ്മെന്റ് നടത്തുന്നതിലൂടെയാണല്ലോ ഒരു ബാങ്ക് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് കൊടുക്കുന്ന ലോണുകളൊന്നും ബാങ്കിന് തിരിച്ചടവ് കിട്ടുന്നില്ലെങ്കിൽ അവിടുത്തെ അസറ്റ് എന്ത് ചെയ്യാണ്? നോൺ പെർഫോമിംഗ് ആയി പോവുകയാണ്. ഇങ്ങനെ നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുകയാണ്, കിട്ടാക്കടമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രശ്നം? ഇങ്ങനെ നോൺ പെർഫോമിംഗ് അസറ്റ് കൂടുമ്പോൾ ഈ ബാങ്കിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കും, ബാങ്കിന്റെ അസറ്റിനെ അത് ബാധിക്കും. അപ്പോൾ RBI എന്ത് ചെയ്യും? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക് എനേബിൾ ചെയ്യും. അതായത് കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. ബാങ്കിന്റെ ഹെൽത്ത് കണ്ടീഷൻ തിരിച്ച് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് കൊടുക്കും. അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നത് എന്താണ്? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി NBFC എന്താണെന്ന് നോക്കാം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി എന്ന് പറയുന്നത് ശരിക്കും കമ്പനീസ് ആക്ട് 1956 കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളാണ് എന്തെന്ന് പറയുന്നത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി എന്ന് പറയുന്നത്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് എന്തൊക്കെ സർവീസ് ആൾക്കാർക്ക് കൊടുക്കും അതൊക്കെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി കൊടുക്കും. പക്ഷെ ഒരു ബാങ്കിന്റെ ലൈസൻസ് ഇല്ല NBFCക്ക്. ഓക്കെ, അപ്പൊ ഒരു ബാങ്കിന്റെ എന്തൊക്കെ സർവീസ് കൊടുക്കുമോ ആ സർവീസസ് ഒക്കെ ആർക്ക് കൊടുക്കാം? NBFCക്ക് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ ബാങ്കിന്റെ ലൈസൻസ് എന്ന് പറയുന്നത് NBFCക്ക് ഇല്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള NBFCയുടെ ഒരു പോയിന്റ് ആണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്. NBFCയിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇല്ല. എന്താണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? NBFCയിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇല്ല. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടുന്നു, അത്രേ ഉള്ളൂ. നമ്മൾ ഒരിടത്തൊരു തുക ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ഏത് സമയം അത് ആവശ്യപ്പെട്ടാലും ആ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നു. അതായത് നമ്മളൊരു ഡിമാൻഡ് വെക്കുമ്പോൾ ആ ഡെപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതിനെയാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. NBFCയിൽ ഈ ഒരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗം അല്ല ഈ NBFC എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? RBI PCA ഫ്രെയിംവർക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. PCA ഫ്രെയിംവർക്ക് എന്തിനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. NBFC എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. NBFC എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 1956 പ്രകാരം നിലവിൽ വരുന്ന കമ്പനിയാണെന്ന് ഡിസ്കസ് ചെയ്തു. ബാങ്കിങ് സർവീസുകൾ, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മുൻപോട്ട് വെക്കുന്ന എല്ലാത്തരം സർവീസുകളും മുൻപോട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് NBFC. പക്ഷെ ഒരു ബാങ്കിന്റെ ലൈസൻസ് ഇല്ല. ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റത്തില്ല? നമ്മൾ പറഞ്ഞു NBFCക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും October 1, 2024 ആണ്. ആൻസർ A ആണ്. Prompt corrective action framework has been extended by RBI to government NBFC. Government NBFC, except those in the base layer, will be subject to the PCA framework from 1st October 2024. Extension of PCA framework for NBFC to government NBFC will be based on the audited financials of these NBFCs as of March 31st, 2024 or thereafter. Okay, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബേസിക്കലി പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ പേയ്മെന്റ് ബാങ്ക് ദാറ്റ് ഹാസ് റീസെൻ്റ്ലി റിസീവ്ഡ് എ മോണിറ്ററി പെനാലിറ്റി ഓഫ് 5.39 crore ബൈ RBI. അതായത് RBIയുടെ കയ്യിൽ നിന്ന് 5.5 കോടി രൂപ പെനാലിറ്റി, മോണിറ്ററി പെനാലിറ്റി കിട്ടിയ ബാങ്ക് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ബാങ്ക് അതിൻ്റെ KYC നോംസ്, നോ യുവർ കസ്റ്റമർ നോംസ്, KYC നോംസ് എന്ന് പറഞ്ഞാൽ നോ യുവർ കസ്റ്റമർ നോംസ്, KYC നോംസ് പ്രകാരം ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് RBI അതിൻ്റെ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറയാറുണ്ട്. പക്ഷേ ഇതിനകത്തിൽ ഒരു ബാങ്ക് ആ ഗൈഡ് ലൈൻസ് പാലിച്ചില്ല, അതുകൊണ്ട് RBI 5.5 കോടി പിഴ ചുമത്തി. അത് ഏത് ബാങ്ക് ആണെന്നാണ് ചോദ്യം. ഏതാണ്? ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ മുകളിലാണ് RBI 5.5 കോടി രൂപ പിഴ ചുമത്തിയത്. Reserve Bank of India imposed a monetary penalty of 5.39 crore on Paytm Payment Bank Limited in exercise of its powers conferred under the provisions of Section 47(1) with Section 46(4)(1) of the Banking Regulation Act 1949. This penalty will not affect any transaction or agreement entered into by the bank with its customers. ബാങ്ക് കസ്റ്റമേഴ്സുമായിട്ട് ഇടപാടിൽ വന്നിരിക്കുന്ന യാതൊരു തരത്തിലുള്ള എഗ്രിമെന്റിനെ പറ്റിയോ പേയ്മെന്റിനെ പറ്റിയോ ട്രാൻസാക്ഷനെയോ ഈ പെനാലിറ്റി അഫക്റ്റ് ചെയ്യാൻ പാടില്ല. പെനാലിറ്റി വാസ് ഇമ്പോസ് ഡ്യൂ ടു ദ നോൺ കംപ്ലയൻസ്. എന്തുകൊണ്ടാണ് ഈ പെനാലിറ്റി ഇമ്പോസ് ചെയ്തത് എന്നും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. എന്ത് ചെയ്തതുകൊണ്ടാണ്? പേടിഎം പേയ്മെന്റ് ബാങ്ക് RBI നിഷ്കർഷിച്ചിട്ടുള്ള
ഗൈഡ് ലൈൻസ്, നോ യുവർ കസ്റ്റമേഴ്സ് ഗൈഡ് ലൈൻസ് ഒന്നും പാലിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഒരു പെനാലിറ്റി ചുമത്തിയത് എന്നും കൂടെ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, RBI initiated a pilot program for the wholesale segment, namely digital rupee wholesale of its central bank digital currency in the interbank call money market. Which of the following bank is not a part of wholesale CBDC in government security pilot program? ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം കുറേ അധികം ടേംസ് ഇതിനകത്തിലുണ്ട്. ഓരോ ടേംസ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേം എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. ഡിജിറ്റൽ റുപ്പി ഹോൾസെയിൽ, ഇന്റർബാങ്ക് കോൾ മണി മാർക്കറ്റ്. ഇനി നമുക്ക് ഓരോ ടൈമായിട്ട് ബ്രേക്ക് ചെയ്ത് നമ്മൾ ടേക്ക് അവേസ് എടുത്ത ടൈം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ ഒരു ചോദ്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി, നമ്മൾ പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഒരു ക്യാഷ്ലെസ് എക്കണോമി ആക്കി, ഒരു ഡിജിറ്റൽ എക്കണോമി ആക്കി മാറ്റാനായിട്ട് ഒരുപാട് സ്കീമുകൾ, ഒരുപാട് പ്രൊജക്റ്റുകൾ മുൻപോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ വന്നതാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്, CBDC, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി ആക്ച്വലി രണ്ട് രീതിയിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് റീറ്റെയിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയും ഒന്ന് ഹോൾസെയിൽ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? റീറ്റെയിൽ CBDC എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഡിജിറ്റൽ കറൻസിയാണ് റീറ്റെയിൽ CBDC എന്ന് പറയുന്നത്. ജനറൽ പബ്ലിക്കിൻ്റെ ഇടയ്ക്കുള്ള സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ് എന്തെന്ന് പറയുന്നത്? റീറ്റെയിൽ CBDC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹോൾസെയിൽ CBDC എന്ന് പറയുന്നത് ബാങ്കുകൾക്കും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇടയ്ക്കുള്ള CBDC. ബാങ്ക്സ് അതേപോലെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയ്ക്കുള്ള CBDCനെയാണ് നമ്മൾ ഹോൾസെയിൽ CBDC എന്ന് പറയുന്നത്. ക്ലാരിറ്റി ഉണ്ടല്ലോ? സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി രണ്ട് രീതിയിലുണ്ട്. റീറ്റെയിൽ എന്ന് പറയുന്നത് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിലുള്ളതും ഹോൾസെയിൽ എന്ന് പറയുന്നത് ബാങ്കുകൾക്കും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഇടയ്ക്കുള്ളതാണ് ഹോൾസെയിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഈ CBDCയുടെ കീഴിലുള്ള ഹോൾസെയിൽ CBDC, അതായത് ബാങ്കുകൾക്കും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇടയ്ക്കുള്ള ഈ ഒരു CBDCയുടെ ഭാഗമായിട്ട് ഡിജിറ്റൽ റുപ്പി ഹോൾസെയിൽ എന്ന പേരിൽ ഒരു പ്രോഗ്രാം, ഒരു ഹോൾ സെഗ്മെന്റ് ഇന്റർബാങ്ക് കോൾ മണി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇന്റർബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്? എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? മണി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഭാഗമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഒരു ഭാഗമാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? മണി മാർക്കറ്റിൽ വളരെയധികം ലിക്വിഡിറ്റി കൂടുതലുള്ള ഇൻസ്ട്രുമെന്റ്സും അതേപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ് വളരെയധികം കുറവുള്ള ഇൻസ്ട്രുമെന്റ്സുമാണ് ട്രേഡ് ചെയ്യുന്നത്. എന്താ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കയ്യിൽ പലതരത്തിലുള്ള അസറ്റുകളുണ്ട് അല്ലേ? ലിക്വിഡായിട്ടുള്ള അസറ്റ്സും ഉണ്ട്, പെട്ടെന്ന് നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അസറ്റും ഉണ്ട്. ഇപ്പം എനിക്ക് കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, അതേപോലെ തന്നെ കുറച്ച് ലാൻഡ് ഉണ്ട്. ഇതിൽ ഏതാണ് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് ഇപ്പം തന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് ആയിട്ട് ഇന്ന് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? സ്വർണ്ണമാണ് അല്ലേ? അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റ് എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അപ്പം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി കൂടുതലുള്ള അസറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ഭാഗമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന് ലിക്വിഡിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതായത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലിക്വിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ആ ഇൻസ്ട്രുമെന്റ്സിൽ ട്രേഡ് ചെയ്യുന്നത് വളരെ സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി മെച്യൂരിറ്റി പീരീഡ് വളരെ കുറവാന്ന് പറഞ്ഞല്ലേ, 1 വർഷം ഒക്കെയാണ് മാക്സിമം മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതും കൂടെ ഓർത്തിരിക്കുക. മണി മാർക്കറ്റ് ഡിസ്കസ് ചെയ്തു. ഇനി കോൾ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൾ മണി മാർക്കറ്റ്, കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേര് പറയുന്ന പോലെ തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ എപ്പോൾ വിളിക്കുന്നോ അപ്പോൾ പൈസ, അതായത് നമ്മൾ എപ്പോൾ ഒരു കോള് ചെയ്യുന്നോ, അതായത് ഇപ്പം എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പൈസ തരാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്, ലെൻഡർ ബാധ്യസ്ഥ. നമ്മൾ മുന്നേ ഒരു നോട്ടീസ് കൊടുക്കൂ, അങ്ങനെ ഒന്നും വേണ്ട, അത്രയും പെട്ടെന്ന് നമുക്ക് പൈസ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള, മെച്യൂരിറ്റി പീരീഡ് കുറവുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് കൊമേഴ്ഷ്യൽ ബിൽസ്, ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ട്രഷറി ബിൽസ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഈ എന്താ പറയുക
വളരെ ലിക്വിഡിറ്റി കൂടുതലുള്ള മെച്യൂരിറ്റി പീരീഡ് കുറവുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു കോൾ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്നു അപ്പം നമുക്ക് പൈസ കിട്ടുന്ന അതാണ് ആ ഇൻസ്ട്രുമെന്റ്സ് ആണ് കോൾ മണി മാർക്കറ്റിനകത്തിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്നാണ്. എന്താണ് ഇന്റർ ബാങ്ക് എന്ന് പറയുന്നത്? ഞാനിപ്പോൾ ഒരു ബാങ്കാണ്, എനിക്ക് കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്, എനിക്ക് കുറച്ച് റിസർവ് ഫണ്ടിന്റെ ആവശ്യമുണ്ട്, ഡേ ടു ഡേ ഓപ്പറേഷൻ ആവശ്യമുണ്ട്. അതായത് ക്യാപിറ്റൽ ആവശ്യമല്ല. ക്യാപിറ്റൽ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് ആവശ്യമുണ്ട്. വലിയ എമൗണ്ട് ആവശ്യമില്ല, എനിക്ക് ഒരു കുറച്ച് എമൗണ്ടേ ആവശ്യമുള്ളൂ. എൻ്റെ റിസർവ് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനുള്ള പൈസ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പം എനിക്ക് പെട്ടെന്ന് പൈസ വേണമെങ്കിൽ ഞാൻ എവിടെയാണ് പോയി പൈസ വാങ്ങുന്നത്? മറ്റ് ബാങ്കുകളുടെ കയ്യിൽ നിന്നായിരിക്കും ഒരു ബാങ്ക് പൈസ വാങ്ങുന്നത്. അപ്പം ഈ ബാങ്കുകൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് നമ്മൾ സാധാരണ പബ്ലിക്കിന് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണോ ബാങ്കുകൾ കൊടുക്കുന്നത്? അല്ല. ബാങ്കുകൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷന് വേറെ ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ്, ജനറൽ പബ്ലിക്കിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അല്ല. ആ ബാങ്കുകൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിലെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ പേരാണ് ഇന്റർ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്കുകൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ ചാർജ് ചെയ്യപ്പെടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇന്റർ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾ മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഈ ഇൻസ്ട്രുമെന്റ്സിന് ബാങ്കുകൾ തമ്മിൽ പേയ്മെന്റ് നടക്കുമ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് റേറ്റിലെ ആ ഇൻട്രസ്റ്റ് റേറ്റേ ചാർജ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതിനെയാണ് നമ്മൾ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. കുറച്ച് കിളി പോകുന്ന സംഭവമാണ്. അതായത് ബാങ്കുകൾ തമ്മിൽ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ കോൾ മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സിന് ചാർജ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിൽ മെയിൻലി ബാങ്കുകളായിരിക്കണം എപ്പോഴും ഇൻസ്ട്രുമെന്റ്സ് വാങ്ങുന്നത്, അങ്ങനൊന്നുമില്ല. ഇൻഷുറൻസ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട്, ഇവരൊക്കെ ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിൽ ഇൻസ്ട്രുമെന്റ്സ് ട്രേഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ 1 ഇയറിന് താഴെയാണ് കാലാവധി എന്ന് പറഞ്ഞില്ലേ. 1 ഇയറിന് താഴെ എന്ന് പറഞ്ഞാൽ എത്ര കുറവാകാം, ചിലപ്പോൾ 3-4 ദിവസത്തേക്കായിരിക്കും ഫണ്ട് വേണ്ടത്. ഒരാഴ്ചയിൽ താഴെയുള്ള സാധനങ്ങൾ വരെ ട്രേഡ് ചെയ്യാറുണ്ട് എവിടെ? കോൾ മണി മാർക്കറ്റിൽ. കാരണം എപ്പോൾ ആവശ്യപ്പെടുന്നോ അപ്പോൾ പ്രയർ നോട്ടീസ് ഒന്നും ഇല്ലാതെ ഫണ്ട് തരുന്നൊരു മാർക്കറ്റ് ആണല്ലോ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എന്താണ് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി എന്ന് ഡിസ്കസ് ചെയ്തു. 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. റീറ്റെയിലുണ്ട്, ഹോൾസെയിലുണ്ട്. റീറ്റെയിൽ ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിലും, ഹോൾസെയിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇടയ്ക്ക് വന്ന് ഡിസ്കസ് ചെയ്തു. ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിലെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ CBDCയുടെ ഭാഗമായിട്ട്, ഹോൾസെയിൽ CBDCയുടെ ഭാഗമായിട്ട് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റിലേക്ക് ഒരു ഇനിഷ്യേറ്റീവ്, ഒരു പുതിയ സെഗ്മെന്റ് കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗം അല്ലാതെയുള്ള ബാങ്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. IDFC, സിറ്റി യൂണിയൻ ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പൊ ഈ കൊണ്ടുവന്ന ഈ ഒരു സെഗ്മെന്റിന്റെ ഭാഗമായിട്ട് ശരിക്കും 9 ബാങ്കുകളാണ് ഉള്ളത്. 5 പബ്ലിക് സെക്ടർ ബാങ്കും 4 പ്രൈവറ്റ് സെക്ടർ ബാങ്കുമാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളതല്ലാത്ത ഒരു ബാങ്കാണ് എന്തെന്ന് പറയുന്നത്? സിറ്റി യൂണിയൻ ബാങ്ക് എന്ന് പറയുന്നത്. ബാക്കി IDFC, കൊട്ടക് മഹീന്ദ്ര, യൂണിയൻ ബാങ്ക്, SBI, HSBC, യെസ് ബാങ്ക്, ICICI ഇതെല്ലാം ഇതിനകത്തിൽ വരുന്നതാണ്, ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഏതൊക്കെ ബാങ്കുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 9 ബാങ്ക് എന്ന് നമ്മൾ പറഞ്ഞല്ലേ, 5 പബ്ലിക്കും 4 പ്രൈവറ്റും എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. SBI, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI, കൊട്ടക് മഹീന്ദ്ര, യെസ് ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്, HSBC. അപ്പോൾ അത് ഏതൊക്കെ ബാങ്കുകളാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, Reserve Bank of India initiated a pilot program for the wholesale segment, namely digital rupee wholesale of its central bank digital currency in the interbank call money market. E-rupee call money pilot is the second test of wholesale CBDC after the government security market in November 2022. 9 ബാങ്കുകളാണ്. SBI, യെസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, UBI, ICICI ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര, IDFC ഫസ്റ്റ് ബാങ്ക്, HSBC. ഈ 9 ബാങ്കുകളാണ് ഈ ഒരു സെഗ്മെന്റിന്റെ ഭാഗമായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Reserve Bank of India approved the appointment of Ashok Vaswani as the next managing director and chief executive officer of a dash bank for a period of 3 years. ഇത് നമുക്ക് അങ്ങനെ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ടേക്ക് അവേ എടുക്കാൻ പറ്റുന്ന ഒരു ചോദ്യമൊന്നുമല്ല. അതായത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കറണ്ട് അഫെയറിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനകത്ത് നമുക്ക് അങ്ങനെ
തിയറീസ് ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല. അശോക് വസ്വനിയെ RBI അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഏത് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്? 3 വർഷ കാലാവധിയിലേക്കാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏത് ബാങ്കാണ്? കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയിട്ടാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അശോക് വസ്വനി. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. RBI has approved the appointment of Ashok Vaswani as the next MD and CEO of Kotak Mahindra Bank Limited for a period of 3 years. The appointment is with effect from the date of taking charge, which shall not be later than January 1st, 2024. അതിന് മുൻപ് അപ്പോയിൻമെന്റ് നടന്നിരിക്കണം. അശോക് വസ്വാനി വിൽ റീപ്ലേസ്. അശോക് വസ്വാനിക്ക് മുൻപ് ആ ഒരു പൊസിഷനിൽ ഇരുന്ന വ്യക്തി ആരാണോ, ഒരു പുതിയ അപ്പോയിൻമെന്റ് വരുന്ന സമയത്ത് പുതിയ അപ്പോയിൻമെന്റിന് മുൻപ് ആ സ്ഥാനം ഏത് വ്യക്തിയായിരുന്നു ഇരുന്നത് എന്നുള്ള കാര്യം കൂടെ ഫാക്ട് ചെക്ക് ചെയ്യുക. അദ്ദേഹത്തിന് മുൻപ് ആ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ഉദയ് കോട്ടക്, who stepped down from the post in September 2023. ആക്ച്വലി അദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നതിന് 4 മാസം മുൻപ് അദ്ദേഹം എന്ത് ചെയ്തു? റിസൈൻ ചെയ്തു. ഉദയ് കോട്ടക് ആയിരുന്നു ആ ഒരു പൊസിഷനിലിരുന്നത്. അപ്പം ഉദയ് കോട്ടക് ഇറങ്ങി 4 മാസം ആ ഒരു പൊസിഷൻ വേക്കൻ്റ് ആയിട്ട് ഇടാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം അടുത്ത ആൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ആ പൊസിഷൻ വേക്കൻ്റ് ആയിട്ട് കിടന്ന സമയത്ത് ആ പൊസിഷനിലിരുന്ന വ്യക്തിയാണ് ദീപക് ഗുപ്ത, joint MD of KMB, who is serving as the interim MD and CEO. ഇപ്പം നിലവിലെ CEO എന്ന് പറയുന്നത് ദീപക് ഗുപ്തയാണ്. അടുത്ത CEO ആണ് ആരെന്ന് പറയുന്നത് അശോക് വസ്വനി. ഇദ്ദേഹത്തിന് മുൻപ് ഈ ഒരു പൊസിഷൻ അലങ്കരിച്ചിരുന്ന വ്യക്തിയാണ് ഉദയ് കോട്ടക്. Ashok Vaswani is currently the president of Pagaya Technologies Limited, the US Israel Artificial Intelligence FinTech firm inde director ആണ്. Okay, so going on to the last question of this session. Name the company that has recently emerged with the Northeast Small Finance Bank Limited to become Small Finance Bank. So, ഇതിനകത്തിൽ ഏത് കമ്പനിയാണ് റീസെൻ്റ്ലി നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡുമായിട്ട് ജോയിൻ ചെയ്തത് SFB ആകാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ സ്ലൈസ് ആണ്. ഓക്കെ, എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു നമ്മൾക്ക് അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ലോ ഇൻകം എംപ്ലോയി കമ്മ്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. ലോ ഇൻകം എംപ്ലോയീസ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ലോ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അണ്ടർ സെർവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഉന്നതി അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ സർവീസസ്, അഡ്വൈസറി സർവീസസ്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് എന്തെന്ന് പറയുന്നത് സ്പെഷ്യൽ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, സ്പെഷ്യൽ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ലോവർ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും അതേപോലെ തന്നെ അണ്ടർ സെർവ്ഡ് കമ്മ്യൂണിറ്റീസിനും വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കാണ് എന്തെന്ന് പറയുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയല്ലോ. ദ കമ്പനി ദാറ്റ് ഇസ് റീസെൻ്റ്ലി മെർജ്ഡ് വിത്ത് ദ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് ഇസ് സ്ലൈസ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു സെഷൻ്റെ ബാക്കി ഭാഗം, അതായത് ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സിൽ RBI ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.